ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ അടുത്ത് ഉണ്ടാകുന്ന ഒന്നാണല്ലോ നുറുക്ക് ഗോതമ്പ്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കുറേ ആൾക്കാർ കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുള്ള റെസിപ്പിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണിത്. പിന്നെ ഉണ്ടാക്കാനത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോതമ്പ് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക. ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയാലാണ് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 1-1.5 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിൽ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, ശർക്കരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പിനടുത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു അളവിലുള്ള ശർക്കര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പി നമ്മൾ ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, പഞ്ചസാര വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൽ ആ പൊടിയും കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കിണ്ണത്തപ്പത്തിൻ്റെ മാവിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം എന്ന് പറയുമ്പോൾ ക്യുമിൻ സീഡ്സ്. ഈ ഒരു കിണ്ണത്തപ്പം നമ്മൾ നാളികേരപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളത്തിന് പകരമായിട്ട് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് മൊത്തത്തിൽ 2 കപ്പ് നാളികേരപ്പാലാണ് വേണ്ടി വരിക. അപ്പോൾ നമ്മളത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് നാളികേരപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പാൽ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർക്കാം. അപ്പോൾ മുട്ട കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പക്ഷേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എത്രത്തോളം നന്നായി അരയ്ക്കാൻ പറ്റും അത്രയും നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ആ ഗോതമ്പിൻ്റെയും ഏലക്കായുടെയും അതുപോലെ ജീരകത്തിൻ്റെയൊക്കെ ചെറിയ പാർട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ വലിയ കണ്ണുള്ള ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഗോതമ്പ് അരച്ചെടുക്കുമ്പോൾ ആദ്യം നമ്മൾ 1/2 കപ്പ് നാളികേരപ്പാലാണല്ലോ ചേർത്തത്. അതിന് ശേഷം ഒരു 3/4 കപ്പ് നാളികേരപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളിപ്പോൾ 1.25 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാൽ ഇതിലേക്ക് മതിയാവില്ല. കിണ്ണത്തപ്പത്തിൻ്റെ മാവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലൂസായിട്ടുണ്ടാവണം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ നമ്മൾ ലൂസാക്കി എടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ വലിയ തരികളാണ് അരിച്ചെടുത്തിട്ടുള്ളൂ. ചെറിയ തരികൾ ഇനി ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾ 1-2 പ്രാവശ്യം ചെറിയ അരിപ്പ് വെച്ചിട്ട് ഒന്നുകൂടി അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ മാവ് നമ്മൾ ഇതുപോലെ ചെറിയ കണ്ണുള്ള അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. മാവ് കുറച്ച് ലൂസായിട്ടാണെങ്കിൽ ഇതുപോലെ ചെറിയ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഈ കിണ്ണത്തപ്പത്തിൻ്റെ മാവിൽ എപ്പോഴും തരികൾ ഉണ്ടാവാൻ പാടില്ല. തരികൾ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് 2-3 പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ ചെറിയ തരികൾ ഇനിയുണ്ട്. അപ്പോൾ ഈ മാവ് മുഴുവനും നമുക്ക് ഇതുപോലെ ഒരു 2 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇപ്പം മാവ് നമ്മൾ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ മൊത്തത്തിലൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തു. അപ്പോൾ കണ്ടില്ലേ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇത് കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇനി കുറച്ചും കൂടി നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ഈ പാലിന് പകരമായിട്ട് നാളികേരപ്പാൽ തന്നെ ചേർക്കുക. പിന്നെ നമ്മൾ ഈ ചേർക്കുന്ന പാല് അത്യാവശ്യം കട്ടിയുള്ള പാല് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ലൂസാക്കി എടുക്കുക. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഏകദേശം 2 കപ്പിനടുത്ത് പാലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതായത് ഏകദേശം 2 കപ്പിന് 1 ടേബിൾ സ്പൂൺ പാല് കുറവുണ്ടാവും. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് പ്ലേറ്റിലോ എന്തിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാത്രത്തിൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലൊരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ പാത്രത്തിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/4 ഭാഗം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പത്തിന് ഒരുപാട് തിക്നെസ് കൂടി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ കുറച്ച് ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. ജീരകം ഓപ്ഷണലാണ്, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതിൻ്റെ മേലെ ആവി വെള്ളം ഡയറക്റ്റായിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പാത്രം അടച്ചു വെച്ചിട്ട് അരമണിക്കൂറാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അരമണിക്കൂറിന് ശേഷം നമ്മളിത് വെന്തൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഈ സമയം കൊണ്ട് ഇത് ശരിക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. ഇത് ഈ ചൂടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് തോന്നുകയാണ്. നമ്മളത് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ്. അതുകൊണ്ട് നമുക്കത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവും കൂടുതൽ നല്ലത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ്. നമ്മൾ ഈ ഗോതമ്പ് ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിക്കാനും പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ടേസ്റ്റാണ്. വായിൽ വെച്ചാൽ ശരിക്കും അലിഞ്ഞു പോവും, അത്രയും നല്ല സോഫ്റ്റാണിത്. ഇങ്ങനെ ഒരു ടെക്സ്ചർ ആയതുകൊണ്ട് നമുക്കിത് സ്നാക്കായിട്ട് മാത്രമല്ല നല്ലൊരു ഡെസേർട്ടായിട്ടും കഴിക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിൽ മുട്ടയും അതുപോലെ നാളികേരപ്പാലൊക്കെയാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കേട് വരും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നുറുക്കോതമ്പ് വെച്ചിട്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്